കടുകുമണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറിയാകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയിൽ അയക്കപ്പെട്ടവർ MSTയുടെ മാധ്യമഭാഗമായ ഇമ്പാക്റ്റും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, നാം ഇതുവരെ പഠിച്ചത് എന്തിനെക്കുറിച്ചൊക്കെയാണ്? വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, മൗലിക വാദങ്ങളെക്കുറിച്ച്, വിശ്വാസ വിരുദ്ധ സിദ്ധാന്തങ്ങളെക്കുറിച്ച്. ഇവയൊക്കെ നേരിടുവാൻ അല്ലെങ്കിൽ ഇവയ്ക്കെതിരെയൊക്കെ കരുത്താർജിക്കാൻ നാം ഏറ്റവും വലിയ ആയുധമായി സ്വീകരിച്ചത് വചനത്തെയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമാണ്. യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, വചനം സ്വീകരിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന്. ക്രിസ്തീയ ജീവിതം വചനാധിഷ്ഠിതം. ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മളെ ജോസച്ചൻ പറഞ്ഞു തരുന്നതും പഠിപ്പിക്കുന്നതും. ഇതിനായി നമുക്ക് കടുകുമണി കൂട്ടുകാരോടൊപ്പം ചേരാം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ കടുകുമണി അപ്പസ്തലോയെ ഇതാ യാത്ര തുടരുകയാണ്. വചനം ദൈവം നൽകിയ വെളിപാടാണ് എന്ന് നമ്മൾ പഠിച്ചു. ആ വചനത്തിനനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടു, വിശ്വസിക്കുന്ന സമൂഹം സഭ, വിശ്വാസത്തിൽ വളരേണ്ട സമൂഹം സഭ, വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ട സമൂഹം സഭ. ഇതാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി ആധ്യാത്മിക യാത്രയിൽ നമുക്ക് വഴികാട്ടിയാകേണ്ട വചനം, ഈ വചനത്തിൻ്റെ ദൗത്യം എന്താണ്? വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഈ വചനത്തിൻ്റെ റോള് എന്താണ് എന്നാണ് നമ്മളിന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. പ്രിയ കടുകുമണി കൂട്ടുകാരെ, ഒരിക്കൽ കൂടി വിശ്വാസ പരിശീലന കളരിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം, ഒരുമിച്ച് പ്രേക്ഷിതരാകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതം വചനാധിഷ്ഠിതമാകണം എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസത്തെ പറ്റി പഠിക്കുകയായിരുന്നു അല്ലേ? വിശ്വാസത്തിന് എതിരെ നിൽക്കുന്ന തിന്മകൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചതാണ് ദൈവം വെളിപാടിലൂടെ നമുക്ക് നൽകിയ വചനം, പരിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ. അത് നമ്മൾ കാത്തുപരിപാലിക്കണം, സംരക്ഷിക്കണം, പ്രഘോഷിക്കണം എന്ന് പഠിച്ചു. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഈ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വചനം എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് പല വിശുദ്ധരെയും പറ്റി. ഒരു 3 വിശുദ്ധരുടെ കഥ, അവരുടെ അനുഭവം നമുക്കൊന്ന് പങ്കുവയ്ക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പങ്കുവയ്ക്കാം. ആദ്യമായിട്ട് ആരാണ് വിശുദ്ധ അഗസ്തീനോസിനെ പറ്റി പറയാൻ പോകുന്നത്? തെരേസ് നമ്മളോട് പറയാൻ പോവുകയാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ കഥ. പറഞ്ഞേ. ലൗകിക സുഖങ്ങളിൽ അമർന്ന് അശുദ്ധ പാപങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാതെ തന്നെ കുട്ടിയുടെ പിതാവായി തീർന്ന വ്യക്തിയാണ് വിശുദ്ധ അഗസ്തീനോസ്. അഗസ്തീനോസിന്റെ മാനസാന്തരത്തിനു വേണ്ടി അമ്മയായ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനകളും വിശുദ്ധ അംബ്രോസിന്റെ ലേഖനങ്ങളും പൗലോസ് ലിഹായുടെ പ്രസംഗങ്ങളും കൂടി അദ്ദേഹത്തെ 31-ാമത്തെ വയസ്സിൽ ക്രിസ്തുമതത്തിലേക്കും 33-ാമത്തെ വയസ്സിൽ പൗരോഹിത്യത്തിലേക്കും 41-ാമത്തെ വയസ്സിൽ മെത്രാൻ സ്ഥാനത്തേക്ക് നയിച്ചു. ഒരിക്കൽ അദ്ദേഹം ഉദ്യാനത്തിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, എത്ര നാളാണ് കർത്താവേ, എത്ര നാളാണ് ഇങ്ങനെ കഴിയുക? നാളെ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയിക്കൂടാ? അപ്പോൾ ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ തിരിച്ചു പറഞ്ഞു, എടുത്തു വായിക്കുക. അപ്പോൾ തന്നെ അദ്ദേഹം അടുത്തിരുന്ന സ്ലീഹായുടെ പുസ്തകമെടുത്ത് വായിച്ചു. അത് ഇപ്രകാരമായിരുന്നു: അശ്ലീല ഭാഷണങ്ങളും മദ്യപാനവും ശയനമോഹവും വിശ്വസ്തയും അസൂയയും വിടഞ്ഞ് നമ്മുടെ കർത്താവായ ഈശോയെ ധരിക്കുവിൻ. പകൽ സമയത്ത് എന്ന പോലെ നമുക്ക് വ്യാപരിക്കാം. 387 ഉയർപ്പ് തിരുനാൾ ദിവസം അദ്ദേഹവും വിശുദ്ധ അംബ്രോസിന്റെ അടുക്കൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 391 അഗസ്തീനോസ് വൈദികനായി. 396 അദ്ദേഹം ഹിപ്പോയിലെ മെത്രാനുമായി. കണ്ടോ, ഈ വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ്, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. നോക്കിയേ, വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ. ആ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു പരിശ്രമം ഉണ്ടായപ്പോഴേക്കും ഒരു ശിശുവിൻ്റെ രൂപത്തിൽ ആ സ്വരം ലഭിക്കുകയാണ്. എടുത്തു വായിക്കുക. എടുത്തു വായിച്ചു അപ്പസ്തോല പ്രവർത്തനങ്ങൾ. അതിനുശേഷം അവിടെ നിന്ന് കിട്ടിയ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മൊത്തമായിട്ട് മാറ്റുകയാണ്. ആദ്യം ക്രിസ്തീയ ജീവിതത്തിലേക്ക്, പിന്നീട് വൈദിക ജീവിതത്തിലേക്ക്, പിന്നെ മെത്രാനാവുകയാണ്.
അത് വചനത്തിൻ്റെ ശക്തി, ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ഇതുപോലെ തന്നെ ഒരു വിശുദ്ധനാണ്. വചനത്തിൻ്റെ ശക്തിയാൽ വിശ്വാസത്തെ സംരക്ഷിച്ച് വിശ്വാസത്തിൽ വളർന്നു വന്ന മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. നമുക്ക് സോനയിൽ നിന്ന് കേൾക്കാം. ഒരിക്കൽ പാരീസ് സർവകലാശാലയിൽ തത്വശാസ്ത്ര അധ്യാപകനായിരുന്ന ഫ്രാൻസിസ് സേവ്യറോട് തൻ്റെ സ്നേഹിതനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ഒരു ചോദ്യം ഉന്നയിച്ചു. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? സ്പെയിനിൽ നവാരയിലുള്ള സേവ്യർ മാളികയിൽ 1506 ജനിച്ച ഫ്രാൻസിസിൽ ഈ ചോദ്യം ഉടനടി ചലനം സൃഷ്ടിച്ചില്ലെങ്കിലും 5-6 മാസങ്ങൾക്ക് ശേഷം വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആധ്യാത്മിക അഭ്യാസങ്ങൾ ഫ്രാൻസിസ് നടത്തി. പിന്നീട് ഫ്രാൻസിസ്, ഇഗ്നേഷ്യസ് തുടങ്ങിയ 7 പേർ കന്യാവ്രതവും ദാരിദ്ര്യവും അനുസരണവും മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ചുള്ള സേവനവും നേർന്നു. അങ്ങനെ 1537 ഫ്രാൻസിസ് വൈദിക പട്ടം സ്വീകരിച്ചു. സോന അതിമനോഹരമായിട്ട് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിത ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് ആ വചനം എത്രയാണ് ആ വിശുദ്ധനുണ്ടാക്കിയ മാറ്റം. ആ വചനം ശ്രവിച്ചതോടുകൂടി വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാനും വിശ്വാസത്തിൽ വളരുവാനും ആ വിശ്വാസത്താൽ നിറഞ്ഞ് വൈദികനായി വിശുദ്ധനായി. നമുക്കറിയാം ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പോസ്തലനാണ്. താൻ അനുഭവിച്ച ആ യേശുവിൻ്റെ സ്നേഹം, താൻ വളർന്നു വന്ന ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഭാരതത്തിലേക്ക് വരികയും തൻ്റെ ജീവിതം ഈ ഭാരതത്തിൽ നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തതാണ് വിശുദ്ധൻ. ഇതാണ് വചനത്തിൻ്റെ ശക്തി നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്ന 2ാമത്തെ വിശുദ്ധൻ. ഇനി നമുക്ക് ഒരാളെ കൂടെ കാണാം, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ആൽഫി നമുക്ക് വേണ്ടി ഇഗ്നേഷ്യസ് ലയോളയുടെ കഥ നമുക്ക് പറഞ്ഞു തരും. സ്പെയിനിലെ പിറനീസു പർവ്വതത്തിൻ്റെ പാർശ്വത്തിൽ ലയോള എന്ന മാളികയിൽ കുലീന മാതാപിതാക്കന്മാരിൽ നിന്നാണ് ഇഗ്നേഷ്യസ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥനാകാനുള്ള പരിശീലനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പമ്പലോണി യുദ്ധത്തിൽ ഒരു വെടിയുണ്ട ഏറ്റ് അദ്ദേഹത്തിൻ്റെ 2 കാലിന് മുറിവേറ്റു. വലത് കാല് ഒടിഞ്ഞു. ആദ്യം കാല് സുഖപ്പെട്ടപ്പോൾ വലത് കാലിന് നീളം കുറഞ്ഞു പോയി. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാല് വീണ്ടും മുറിക്കേണ്ടി വന്നു. അങ്ങനെ നീണ്ട കാലത്തെ ശുശ്രൂഷകളുടെ സമയത്ത് അദ്ദേഹം ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും ഒക്കെ ചരിത്രം വായിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. അവന് ഒരു പുണ്യവാനും അവൾക്ക് ഒരു പുണ്യവതിയുമാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ? പിന്നീട് ഒരു ദൈവമാതൃ സ്വരൂപത്തിന് മുമ്പിൽ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സേവനത്തിന് മറിയത്തിൻ്റെ സംരക്ഷണയിൽ തന്നെ ഒഴിഞ്ഞുവെച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടോ എങ്ങനെയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിശ്വാസത്തിലേക്ക് കടന്നു വന്ന്. യുദ്ധത്തിൽ പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്നപ്പോൾ യേശുവിൻ്റെ വചനങ്ങളും അതോടെ വിശുദ്ധരുടെ ചരിത്രങ്ങളും എന്ന് പറഞ്ഞ് ആ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് ആ വചനത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച് വിശുദ്ധരായ അനേകം പേരുടെ കഥകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ, ജീവിതചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇഗ്നേഷ്യസ് ലയോളയ്ക്കും ഇതാണ് ഉണ്ടായത്. അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? വചനത്തിൻ്റെ ശക്തിയാൽ ഇവരൊക്കെ വിശുദ്ധരായെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ഇതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ മാറ്റിയത്. വൈദികനായി അതിനുശേഷം വിശുദ്ധനാവുകയാണ്. ഇതാണ് പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വചനത്തിൻ്റെ ശക്തി എന്താണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വചനത്തിൻ്റെ ധർമ്മം. വിശ്വാസ സമൂഹമായ നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ ധർമ്മം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം പൗലോസ്ലീഹ കൃത്യമായിട്ട് തിരുവചനത്തിലൂടെ തന്നെ പറയുന്നുണ്ട് എന്താണ് വചനത്തിൻ്റെ ധർമ്മമെന്ന്. നമുക്ക് അന്യവിലൂടെ ശ്രവിക്കാം. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിലും ശാസനത്തിലും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. വെരി ഗുഡ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുള്ള ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് 1, 2, 3 നമുക്ക് അക്കമിട്ട് പഠിക്കാം. 1 പ്രബോധനത്തിനുള്ളതാണെന്നാണ് പറഞ്ഞത്. തിരുവചനം പ്രബോധനത്തിനുള്ളതാണ്. അതാണ് നമ്മൾ അനുദിനം പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ വൈദികരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. വചനത്തെ അധിഷ്ഠിതമാക്കിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം നമുക്ക് പഠിക്കുവാനുള്ളതാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട എത്രമാത്രം അധ്യായങ്ങളാണ്, എത്രമാത്രം 35,000-ഓളം വാക്കുകളാണ് വചനം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. ഇതെല്ലാം പഠിക്കണം.
അത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിവ് ലഭിക്കും. ഈ ലോകത്തിലുണ്ടാകുന്ന മറ്ററിവിനേക്കാളും വലിയ അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്, അറിവുകൾ നൽകുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഗ്രന്ഥം രചിതമായിരിക്കുന്നത്. പ്രബോധനത്തിനുള്ളതാണെന്ന് പറഞ്ഞത്. രണ്ടാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശാസനത്തിനുള്ളതാണെന്നാണ് വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രബോധനത്തിനുള്ളതാണ്, രണ്ടാമത് ശാസനത്തിനുള്ളതാണ്. തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആനന്ദ ജീവിതത്തിൽ നമ്മൾ സാധാരണക്കാരാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ. തീർച്ചയായിട്ടും തെറ്റുകൾ വരും. തെറ്റുകൾ വരുമ്പോൾ നമ്മളെ ശാസിക്കുന്നതും ഈ വചനം തന്നെയാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ ശാസിക്കുകയാണ്. വചനത്തിലൂടെ നമ്മളെ ശാസിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതാണ് ശാസനത്തിലുള്ളതാണ് വചനം എന്നാണ് പൗലോസ് നമ്മളെ രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് തെറ്റ് തിരുത്തുവാൻ വേണ്ടി, ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുവാനുള്ള നല്ലൊരു മാധ്യമമാണ് നമുക്ക് യേശുനാഥൻ ദൈവം വചനത്തിലൂടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, തെറ്റുകൾ തിരുത്തുവാനുള്ള ഒരു ധർമ്മം ആണ് ഇന്ന് വചനം നമുക്ക് മുമ്പിൽ തന്നിരിക്കുന്നത്. തെറ്റുകൾ തിരുത്തുമ്പോൾ, തെറ്റുകൾ പറ്റുമ്പോൾ തീർച്ചയായിട്ടും വചനം നമുക്ക് ഉപകരിക്കും. തുറന്ന് വായിക്കുക. എനിക്ക് തെറ്റുപറ്റി, ഇതെങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന് അന്വേഷിച്ച് പോവുക ഈ വചനത്തിലേക്ക്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം, തെറ്റ് തിരുത്തുവാനുള്ള മാർഗങ്ങൾ വചനം നമുക്ക് പറഞ്ഞു തരും. അടുത്തത് എന്താണ് പറഞ്ഞിരുന്നത്? നീതിയിലേക്കുള്ള പരിശീലനം. നമുക്കറിയാം, ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നീതി. അനീതിയുടെ യുഗമാണിത്, അനീതിയുടെ കാലമാണ്. നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അനീതിയും അക്രമങ്ങളും മാത്രമേ കാണാനുള്ളൂ. ഇതാ നീതിയിലേക്കുള്ള പരിശീലനം, നന്മയിലേക്കുള്ള വഴി, സത്യത്തിലേക്കുള്ള മാർഗം, ഇതാണ് വചനം നമുക്ക് നൽകുന്നത്. ഇനി അതിനുശേഷം പൂർണ്ണത കൈവരിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതിന് വചനം നമ്മളെ സഹായിക്കും. വചനത്തിന് ആ മഹാധർമ്മമുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ വേണ്ടി, അയോഗ്യരായ നമുക്ക് പൂർണ്ണത വരുവാൻ വേണ്ടി, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി, യേശുവിനോട് തായിരിക്കുവാൻ വേണ്ടി ഈ വചനം നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അപൂർണരാണ്, സാധാരണക്കാർ മനുഷ്യരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൂർണ്ണത ലഭിക്കുന്നത് യേശുവിനോട് ചേർന്നിരിക്കുമ്പോഴാണ്, യേശുവിനോട് ചേരുമ്പോഴാണ് നമുക്കൊക്കെ പൂർണ്ണത കൈവരാൻ പോകുന്നത്. ആ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഈ വചനം നമ്മളെ സഹായിക്കും എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അതിനുശേഷം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനും പര്യാപ്തനാകുകയും ചെയ്യുന്നതിന്, നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മളെ പര്യാപ്തരാക്കുന്നു. അതാണ് നല്ല പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി നമ്മളെ. കാരണം അനുദിനം വചനം വായിക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ആ ജീവിതത്തിൽ അന്നേ ദിവസം നമുക്ക് നന്മയിൽ നയിക്കുവാൻ വേണ്ടി, ജീവിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്കത് ഉപകരിക്കും. നമുക്ക് ഒരിക്കൽ കൂടി ആ വചനം കേൾക്കാം, മനസ്സിലാക്കാം ഏതൊക്കെയാണ് ധർമ്മം, വചനത്തിൻ്റെ ധർമ്മം എന്തൊക്കെയാണെന്ന് നമുക്കൊരിക്കൽ കൂടി ശ്രവിക്കാം. ശേഷം നമുക്ക് ഏറ്റു പറയാം. പ്രബോധനം, ശാസനം, തെറ്റുതിരുത്തൽ, നീതിയിലുള്ള പരിശീലനം, പൂർണ്ണത കൈവരിക്കൽ, നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിനും പര്യാപ്തനാകുന്നതിനും. മനസ്സിലായില്ലേ? പ്രബോധനത്തിനുള്ള ധർമ്മമുണ്ട്, അതോടൊപ്പം തന്നെ ശാസനത്തിനുള്ള ധർമ്മമുണ്ട്, നീതിയിലേക്ക് നയിക്കുവാനുള്ള ധർമ്മമുണ്ട്, തെറ്റുതിരുത്തുവാനുള്ള ധർമ്മമുണ്ട്, പൂർണ്ണത കൈവരിക്കുവാൻ, നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ. ഇതൊക്കെയാണ് വചനത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വചനത്തിൻ്റെ ശക്തി എന്താണ് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ജീവൻ നൽകുന്നതാണ് വചനം. എന്താണ്? ജീവൻ നൽകുന്നതാണ് വചനം. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ മനോഹരമായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വചനം ജീവൻ നൽകുന്നത് എന്ന് ദിയ നമുക്ക് വേണ്ടി ഹെബ്രായർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വേണ്ടി വായിക്കും. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ കേട്ടതാണ് ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്നുള്ളതാണ്. ഇതാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം അത്രമാത്രം സജീവമാണ് അനുദിനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ സജീവമാണ്, ഊർജ്ജസ്വലമാണ്. ഈ വചനം വായിക്കുന്ന വഴിയായിട്ട് നമ്മളും ഊർജ്ജസ്വലരാവുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുകയാണെങ്കിൽ 5-ാമത്തെ അധ്യായത്തിലും 6-ാമത്തെ അധ്യായത്തിലും വരുന്നത് വചനം ജീവൻ നൽകുന്നതാണെന്ന് പറയുന്നുണ്ട്. വചനം ജീവൻ നൽകുന്നതാണ്,
നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ജീവനായി മാറേണ്ടതാണ് വചനമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നതാണ്. 6-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട് വചനം ശക്തിയാണ്, പ്രകാശമാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ജീവനാണ് നമുക്ക് നൽകുന്നത്. ഈ പ്രകാശമായി വരുമ്പോഴേക്കും അത് നമുക്കെല്ലാവർക്കും ജീവനാണ് നൽകുന്നത്. ഒന്നാമതായിട്ട് വചനം ജീവൻ നൽകാൻ ശക്തിയുള്ളതാണ് വചനം. നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ തളർച്ച തോന്നുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ തോന്നുമ്പോൾ നമുക്ക് ജീവൻ നൽകുന്നതാണ് ഈ വചനം എന്ന് മനസ്സിലാക്കി, വിശ്വാസത്തിൽ നമുക്ക് പുറകോട്ട് പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ വേരോട്ടം കുറയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രലോഭനത്തിൻ്റെതായ ശക്തികൾ എന്നെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വിശ്വാസ ജീവിതം, ആധ്യാത്മിക ജീവിതം തളർന്നു പോവുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തിലൂടെ, ജീവനാകുന്ന വചനത്തിലൂടെ നമുക്ക് ശക്തി ആർജിക്കാം. ആ പുതുജീവൻ നമുക്ക് വീണ്ടും നേടിയെടുക്കാം. തീർച്ചയായിട്ടും ആധ്യാത്മിക യാത്രയിൽ നമുക്ക് ഉപകരിക്കും. ഇനി രണ്ടാമത്തതാണ് വചനം നമ്മളെയെല്ലാം നവീകരിക്കുന്നതാണ്. നമ്മൾ ആദ്യമേ കേട്ട 3 വിശുദ്ധർ അല്ലേ, അവരുടെ ജീവിതത്തെ ഒരു പുതിയ ജീവിതമാക്കി തീർക്കുകയാണ്, നവീകരിക്കുകയാണ് ചെയ്തത് വചനത്തിലൂടെ. വചനത്തിൻ്റെ ശക്തിയാൽ ജീവിച്ചവരുടെ ജീവിതം കണ്ട്, വിശുദ്ധരുടെ ജീവിതം കണ്ട് ഈ ജീവിതത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പം വചനത്തിന് നമ്മളെ തന്നെ നവീകരിക്കുവാനുള്ള ശക്തിയുണ്ട്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് വചനം നവജീവൻ നൽകുന്നതാണ്, നവീകരിക്കുന്നതാണ്, മാനസാന്തരപ്പെടുത്തുന്നതാണ്, വിശുദ്ധീകരിക്കുന്നതാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതാണ് വചനത്തിൻ്റെ ശക്തി. തീർച്ചയായിട്ടും നമ്മളും വായിക്കണം. എന്നാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. എന്നും വചനം വായിക്കുന്നവരാകണം നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും നമുക്കും ഇതുപോലെ ദൈവത്തിന് എന്തോ നമ്മളോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ യാത്രയിൽ ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രവിക്കണം. തീർച്ചയായിട്ടും നമ്മെയും ഈ വചനം നവീകരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വചനം ജീവൻ നൽകുന്നതാണ്, നമ്മളെ എല്ലാവരെയും നവീകരിക്കുന്നതാണ്. ഇതാ മൂന്നാമത്തതാണ്, വചനം നമ്മളെ വിശുദ്ധീകരിക്കും, നമ്മളെയൊക്കെ വിശുദ്ധിയിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. ഇമ്മാനുവേൽ വായിച്ചേ, എന്താണ് മത്തായി പറയുന്നതെന്ന്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. ഈ വചനം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ ഭക്ഷണമല്ലാതെ ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധിയിലേക്കാണ് നയിക്കപ്പെടുന്നത്. വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ പ്രാപ്തരാക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഭക്ഷണം മാത്രമല്ല, വചനം, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടും. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ നയിക്കുന്ന ശക്തി, നമ്മളെ വളർത്തുന്ന ശക്തി, നമ്മളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഈ വചനമാകണം. കാരണം നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മൾ വളരാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ വളർച്ചയിൽ ഈ വചനത്തിൻ്റെ പ്രചോദനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ഉപകരിക്കും. അവിടെ പിന്നെ സംഗീതത്തിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്, അജയ് നമുക്ക് വേണ്ടി അത് വായിക്കും. പാപം ചെയ്യാതിരിക്കുവാൻ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവിൻ. പാപം ചെയ്യാതിരിക്കുവാൻ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവിൻ. നമുക്കറിയാം, വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം. അപ്പോൾ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നാണ് സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്? കഴിഞ്ഞ എപ്പിസോഡിൽ മനോഹരമായിട്ട് നിങ്ങൾ സുവിശേഷത്തിലെ പുസ്തകങ്ങൾ പറഞ്ഞു. അടുത്ത എൻ്റെ ചലഞ്ച് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും ഒരു വചനം പഠിക്കുക. ഒരു വചനം കാണാതെ പഠിച്ചതിന് ശേഷം അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്കത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, നമ്മൾ എന്ത് പ്രവർത്തികൾ ചെയ്താലും ആ വചനം വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശക്തിയാവും. ഈ വചനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നിയമാവർത്തന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തെരേസ് നമുക്ക് വായിച്ച്. നിയമാവർത്തനം 11:18. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം.
കണ്ടോ, ഈ വചനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ നെറ്റിപ്പട്ടമായി അല്ലേ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിൽ സൂക്ഷിക്കുവിൻ. മനസ്സിൽ സൂക്ഷിക്കണം ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും അടയാളമായി നമ്മുടെ കൈകളിൽ കൊണ്ടു നടക്കണം, കയ്യിൽ കെട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യും. പട്ടമായി നെറ്റിത്തടത്തിൽ കെട്ടുകയും ചെയ്യണം. അപ്പം നമുക്ക് ഈ വചനം എന്ന് പറയുന്നത് നമുക്ക് നെറ്റിയിൽ നെറ്റിപ്പടം കിട്ടുന്നതിനാണ്, നമുക്കൊരു അഭിമാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. വചനമായിരിക്കണം നമ്മുടെ അഭിമാനം, വചനമായിരിക്കണം നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത്, വചനമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം അവസാനം പറഞ്ഞ എന്താണ്? വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. കണ്ടോ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പോകണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി. ഇതാണ് കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എല്ലാം ഈ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്, നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ശക്തി. ഞാൻ പറയുകയാണ്, ഈ 4 കാര്യങ്ങൾ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വിശ്വാസത്തിൽ ഒരിക്കലും നമുക്ക് കുറവുകൾ സംഭവിക്കുകയില്ല. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കുകയുണ്ടാകുകയില്ല. ഈ ലോകത്തിൽ ഒരു പ്രലോഭനത്തിനും നമ്മളെ കീഴടക്കുവാൻ സാധിക്കുകയില്ല. ഇനി അവസാനമായിട്ട് വചനം ക്രിസ്തു ശിഷ്യരുടെ അടയാളമാണ്. വചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യരുടെ അടയാളമാണ്. നമ്മളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് അയക്കപ്പെട്ടവരാണ്. കടുകുമണി അപ്പസ്തലോയ്, അയക്കപ്പെട്ടവർ ആരാണ്? യേശു ശിഷ്യന്മാരാണ്. യേശു ശിഷ്യന്മാരാണെങ്കിൽ വചനത്തിന് അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ്. വചനം കയ്യിൽ എന്നും സൂക്ഷിക്കുന്നവരായിരിക്കണം, മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം. ഇതൊക്കെയാണ് വചനത്തിൻ്റെ പ്രത്യേകത. വചനം ജീവൻ നൽകുന്നതാണ്, വചനം നവീകരിക്കുന്നതാണ്, വചനം വിശുദ്ധീകരിക്കുന്നതാണ്. വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ യേശു ശിഷ്യന്മാരാണ്. യേശു ശിഷ്യന്മാരുടെ അടയാളമാണ് വചനം അനുസരിച്ച് ജീവിക്കുന്നവർ എന്ന് പറയുന്നത്. ഇതാണ് വചനത്തിൻ്റെ ശക്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി. വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വചനത്തിൻ്റെ ധർമ്മം എന്താണെന്ന് കണ്ടു, വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് കണ്ടു. പ്രിയ കടുകുമണി കൂട്ടുകാരെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വചനം ഗ്രഹിക്കണം, വചനം ശ്രവിക്കണം, വചനം അറിയണം, പഠിക്കണം, വചനാനുസൃതം ജീവിക്കണം, വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വചനം ഗ്രഹിക്കണം, ശ്രവിക്കണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം, അതനുസരിച്ച് ജീവിക്കണം. ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസത്തിൽ വളരും. വിശ്വാസത്തിൽ വളരുന്ന സമൂഹമാകും നമ്മൾ ഓരോരുത്തരും തിരുസഭ അംഗങ്ങളായി തീരുകയും ചെയ്യും. അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കേണ്ടത് തിരുവചനം ഗ്രഹിക്കണം, തിരുവചനം അനുസരിക്കണം, തിരുവചനം പ്രാവർത്തികമാക്കണം, തിരുവചനാനുസരണം ജീവിക്കണം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വചനത്തെ പറ്റി. ചാക്കോച്ചൻ നമുക്ക് വേണ്ടി വായിച്ച്. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. യേശയ്യാ 55:11. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, യേശയ്യാ പ്രവാചകൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ അധരത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഒരു വചനവും ഫലരഹിതമായി തിരിച്ചു വരികയില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണോ അത് കൃത്യമായി നിർവഹിച്ചതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. തിരുവചനം അതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ്, നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുക, വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആ തിരുവചനം, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഉദ്ദേശം. നമുക്ക് മനസ്സിലാക്കാം, ഈ തിരുവചനം കർത്താവ് നമ്മിലേക്ക് അയച്ചിരിക്കുന്ന ഈ തിരുവചനം ഒരിക്കലും ഫലരഹിതമായി തിരിച്ചു പോകാൻ നമുക്ക് അനുവദിക്കരുത്. നമുക്ക് ഒന്നിച്ച് തിരുവചനം പഠിക്കാം, തിരുവചനം അനുസരിച്ച് ജീവിക്കാം. അതുവഴിയായി സഭയെ, നമ്മളൊക്കെ ആയിരിക്കുന്ന സഭയെ ഒരു വിശ്വാസ സമൂഹമാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ കടുകുമണി കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഓൾറെഡി വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ചത് വിശ്വാസ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം വചനാധിഷ്ഠിതമാണെന്നാണ്. ഇപ്പം യോഹന്നാൻ സ്ലീഹ പറയുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ദൈവവചനമാണെന്നാണ്. അപ്പം ഈ ദൈവവചനത്തിൽ നിന്നും കരുത്താർജിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ നേരിടാൻ. അപ്പം വിശ്വാസ ജീവിതത്തിൽ കരുത്താർജിക്കാൻ വേണ്ടി നമുക്ക് ദൈവവചനത്തെ മുറുകെ പിടിക്കാം. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി നിങ്ങളെ വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ.